നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മഴ പിന്നെ തോന്നണം. മഴ മാത്രല്ല ഇടിയും വരുന്നുണ്ട്. ദേ അങ്ങോട്ട് നോക്കൂ, മുറ്റത്തൊരു മൈന. ഒരു വിളി എന്നെ വിളിച്ചില്ലടാ. നന്നായി വരട്ടെ പെങ്ങളെ. നീ എന്താ അവിടെ നിൽക്കണേ? നീ അങ്ങോട്ട് പോക്കോ. നിങ്ങളാണ് കുടുംബനാഥൻ, നിങ്ങളാണ് പൊക്കോ. എനിക്ക് കുറെ വിഷമമുണ്ട്. അവനെ ഞാൻ എങ്ങനെയും നല്ല വളർത്തിയേ. നല്ല രീതിയിൽ ഒരു കല്യാണമൊക്കെ നടത്തി 4 ആളെയൊക്കെ വിളിച്ച് ഒരു പത്രാസൊക്കെ കാണിക്കാന്ന് വിചാരിച്ചാ അവൻ എൻ്റെ മാനം കളഞ്ഞു. ഇനി പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? പെണ്ണ് വീട്ടിൽ തന്നെ ഭാഗ്യം അവന്റെ സ്വഭാവത്തിന്. നീ പിന്നാമ്പുറത്ത് പൂച്ച നിൽക്കണ പോലെ ഇവിടെ നിൽക്കല്ലേ, നീ അങ്ങോട്ട് പൊക്കോ. എന്തായാലും കൊണ്ടുവന്നു വലുതുകാലി വെച്ച് വിളക്കത്തിച്ച് കേട്ടട്ടെ. വിളക്ക ആ വക പരിപാടിയൊന്നും എൻ്റെ വീട്ടിൽ നടക്കില്ല. മെഴുകുതിരില്ല. അയ്യോ അവള് കേറിയ വലുതുകാലി വെച്ചിട്ടാണോ കേറിയ? എന്തായി, നീ വാഷ്റൂം പോയാ? ഇവരെന്റെ അടുത്ത് എന്തൊക്കെയോ ചോദിച്ചോണ്ടിരിക്കുക. എന്ത് ചോദിക്കാൻ? എന്തായാലും ഇത്രയൊക്കെ ആയി. ഇനിയിപ്പോ 4 ആളറിയില്ലേ ആർഭാടായിട്ടൊരു കല്യാണം നയിക്കാൻ നടത്താം. ഏതാ ഇടവക? മോളെ ക്രിസ്ത്യാനിയല്ലേ? അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല ഇപ്പോഴത്തെ കുട്ടികളോട്. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുവോടി മോളെ. എന്റെ പൊന്നപ്പച്ചമ്മച്ചി, ഇതിനെ ഞാൻ വിളിച്ചിറക്കി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണല്ല. വെറുതെ കുർബാന സഹിതത്തിന് മെഴുതിരി കത്തിച്ച് കിട്ടുന്ന പിള്ളേരെ പോലെ നിൽക്കണേ. ഇവളുടെ കൂട്ടുകാരുടെ രജിസ്റ്റർ മാരേജാ. വീട്ടുകാർ അറിയാണ്ട് നടത്തണേ. 2 പേരെ സാക്ഷിയായിട്ട് വിളിച്ചു. അവര് പറ്റിച്ചു. അതുകൊണ്ടല്ലേ ഞങ്ങൾ 2 പേരും മാലി വാങ്ങിയിട്ട് സാക്ഷിയായിട്ട് പോകാൻ നിൽക്കണേ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആധാരം കൊടുത്തില്ല, ഇവൾക്കൊന്നും ബാത്റൂമിലേക്ക് പോകണം. ഇതാണ് കാര്യം. ഇതപ്പോ ഉണ്ടായേ നല്ലൊരു മോളാർന്നു. ഞാൻ നിന്നോട് അപ്പനെ പറഞ്ഞില്ലേ, ഇവന്റെ കൂടെയൊക്കെ ഇറങ്ങി വരാൻ മാത്രം ബോധമില്ലാത്ത പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ടാ. സഞ്ജാണ് നാട്ടിൽ വലിയില്ലെങ്കിൽ വീട്ടിൽ പുല്ല് വലിയല്ലേ. അഹങ്കരിക്കാൻ പാടില്ല. ജിഞ്ച ഇപ്പൊ കുറച്ച് സമാധാനല്ലേ? ഇപ്പളെ സമാധാനായ നല്ല വിശപ്പുണ്ട്. അടുക്കളൊന്നും കൂട്ടാൻ. സഞ്ജു, ഞാൻ വിചാരിച്ചതേ സഞ്ജു പൂച്ചക്കണ്ണിനെ തേച്ചു എന്നാ. ഞാൻ നിങ്ങൾ 2 പേരുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്. വെരി ഗുഡ്. എനിക്കിങ്ങനെ ഒരു മാലിട്ടിട്ട് എന്റെ രജിസ്റ്ററിൽ എനിക്ക് ഒപ്പുവയ്ക്കാനുള്ള ഒരു യോഗം ഇല്ലാണ്ടാക്കണത് ആരാന്നറിയോ? ഈ കുടുംബത്തിലുള്ളവരാ. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മളെ ലേറ്റ് ആയിട്ടില്ലല്ലോ. കേട്ടത് ശരിയാണല്ലേ? സമയമായിടാ. ഇപ്പൊ പോണെന്നാ പറഞ്ഞ. ശരിട്ടാ, ഞങ്ങൾ പോട്ടെ.